എമ്പതി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഇമോഷണൽ ഷൂസിനകത്ത് സ്റ്റെപ്പ് ഇൻ ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണ്. പക്ഷെ നമുക്കറിയാം, ഇമോഷൻസ് ഒരാളുടെ ഉള്ളിലൂടെ മെസ്സേജ് ക്യാരി ചെയ്തുകൊണ്ട് ഫ്ലോ ചെയ്യുന്ന ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി എ ബയോകെമിക്കൽ പ്രോസസ്. മറ്റൊരാളുടെ ഉള്ളിലെ ഒരു ബയോകെമിക്കൽ പ്രോസസ്സിനെ എങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനൊക്കെ കഴിയണേ? ലെറ്റ്സ് ഡൈവ്. ആദ്യം എമ്പതി എന്താണ്? എമ്പതി ഇസ് ദ ഫീലിംഗ് ഓഫ് ബീങ് കണക്റ്റഡ് വിത്ത് അതേഴ്സ് ഇൻ എ മൊമെന്റ് ഓഫ് നീഡ്. വേറൊരാൾക്ക് ആവശ്യം വരുമ്പോൾ അവരുടെ ഫീലിങ്സ് ആയിട്ട് കണക്റ്റഡ് ആവുക, അവരുടെ ഫീലിങ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക. എമ്പതിനെ നമുക്കൊരു ബയോളജിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയാം. എന്ന് പറയുന്നത് യൂസറിനെയും സിസ്റ്റത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇന്ററാക്ടിങ് പോയിന്റാണ്. ഇതുപോലെ നമ്മളെയും അതേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇന്ററാക്ടിങ് പോയിന്റാണ് എമ്പതി. ഈ ഇന്ററാക്ഷനാണ് നമ്മളെ ഒരു സോഷ്യൽ ബീയിങ് ആക്കുന്നത്. ഇനി യൂസർ ഇന്റർഫേസ് എന്താ ചെയ്യുന്നത്? യൂസറിന്റെയും സിസ്റ്റത്തിനെയും ഇടയ്ക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൺവേ ചെയ്യും. ഇതുപോലെ നമ്മുടെയും അതേഴ്സിന്റെയും ഇടയ്ക്കുള്ള ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നത് ഈ എമ്പതിയാണ്. ഇനി ഒരു വെൽ ഡിസൈൻഡ് യൂസർ ഇന്റർഫേസിന് യൂസർ എക്സ്പീരിയൻസ് നന്നായി എൻഹാൻസ് ചെയ്യാൻ കഴിയും. ഇതുപോലെ സ്ട്രോങ് കപ്പാസിറ്റി ഓഫ് എമ്പതി നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ ഫങ്ഷനിങ് എൻഹാൻസ് ചെയ്യാൻ കഴിയും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും എൻഹാൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മാത്രമല്ല, നമ്മുടെ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാരുടെ. ഈ എമ്പതിയിൽ മേജർലി 3 മെയിൻ പാർട്സ് ഉണ്ട്. അതായത് നമുക്ക് വേറൊരാൾക്കൊരു സങ്കടം തോന്നുമ്പോൾ അതേ സങ്കടം ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അത് 3 പ്രോസസ്സ് ഉണ്ട്. ആദ്യത്തേത് അണ്ടർസ്റ്റാൻഡിങ് നീഡ് ഓഫ് അതേഴ്സ്, മറ്റൊരാൾക്ക് നീഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് വൺ മ്യൂച്വൽ എൻഗേജ്മെന്റ്, അതായത് അവർക്ക് വിഷമം ഉണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് വിഷമം തോന്നുക. തേർഡ് വൺ ദ സെൻസ് ഓഫ് ഹെൽപ്പ്, അവർ സഫറിങ് ആണ്, അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു സെൻസ് നമ്മളിൽ ഉണ്ടാകുക. ഈ 3 സ്റ്റെപ്സിന് നമ്മളെ സഹായിക്കുന്ന ബ്രെയിൻ ആക്ടിവിറ്റി അതെന്താന്ന് നോക്കിയാലോ. മേജർലി നമ്മളിപ്പോൾ കണ്ടു, എമ്പതി 3 റീജിയൻസ് ഉണ്ട്. അതായത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മ്യൂച്വൽ എൻഗേജ്മെന്റ് ഉണ്ടാവണം, സെൻസ് ഓഫ് ഹെൽപ്പ് ഉണ്ടാവണം. ഇതിനെ 3നെയും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ 3നെയും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിന്റെ 3 റീജിയൻസ് ആണ്: അമിഗ്ഡല, ഇന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ്, ഇൻസുല. ദ ഫസ്റ്റ് വൺ അമിഗ്ഡല. ഈ അമിഗ്ഡല എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അതായത് മറ്റൊരാളുടെ നീഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അതായത് ഇമോഷൻ ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെ പ്രോസസ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യും. ദ സെക്കൻഡ് റീജിയൻ ഇസ് ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷണൽ കോൺഫ്ലിക്റ്റിനെ ഡിറ്റക്ട് ചെയ്യും, വേറൊരാളുടെ ഇമോഷനെ നമ്മൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതായത് മ്യൂച്വൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സെക്കൻഡ് റീജിയനാണ്. ദ തേർഡ് റീജിയൻ ഇസ് ഇൻസുല. അവര് ചെയ്യുന്ന അതേ ഇമോഷൻ അത് പ്രോസസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അത് ഫീൽ ചെയ്യിപ്പിക്കും. ആ ഇമോഷണൽ കണക്ഷൻ, ആ ഷെയർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇൻസുല. ഈ ഇൻസുലയാണ് മിറർ ന്യൂറോൺ സിസ്റ്റം ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. എമ്പതിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ഡിസ്കസ് ചെയ്യേണ്ട വേറൊരു സെക്ഷൻ ഓഫ് ന്യൂറോൺസ് ആണ് മിറർ ന്യൂറോൺസ്. ഈ മിറർ ന്യൂറോൺസ് പ്രീമോട്ടർ കോർട്ടെക്സിലും ഇന്റീരിയർ പാരിറ്റൽ കോർട്ടെക്സിലും ഒക്കെയാണ് യൂഷ്വലി കാണലുള്ളത് ബ്രെയിനിന്റെ. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറൊരാൾ ആ ആക്ഷൻ ചെയ്യുന്ന കാണുമ്പോഴോ ഇത് ഫയറപ്പ് ആവും. ഇവര് ആ ആക്ഷൻ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്നുള്ള സെൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതേ ഇമോഷൻസ് മിറർ ചെയ്യും. ഒരു മിറർ നമ്മുടെ ഇപ്പം നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമ്മുടെ ഫേസ് അതേപോലെ റിപ്ലിക്കേറ്റ് ചെയ്യില്ല, അതുപോലെ വേറൊരാളുടെ ഇമോഷൻ കാണുമ്പം അതേ ഇമോഷൻസ് നമ്മളിൽ റിപ്ലിക്കേറ്റ് ചെയ്യും, മിറർ ചെയ്യും. അതാണ് ഈ മിറർ ന്യൂറോൺസ് ചെയ്യുന്നത്. ഈ മിറർ ന്യൂറോൺസ് ആണ് എമ്പത്തറ്റിക് ആവാനുള്ള നമ്മുടെ എബിലിറ്റീനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എമ്പതി എന്താണെന്ന് കണ്ടു, അതിൻ്റെ അതുള്ള ബ്രെയിൻ ആക്ടിവിറ്റി എന്താണെന്ന് കണ്ടു. എങ്ങനെയായിരിക്കും നമുക്ക് ഈ എമ്പതി കാണിക്കാൻ പറ്റുന്നത്? എമ്പതി ഇൻ ആക്ഷൻ അതെന്തായിരിക്കും? ഈ എമ്പതി ഇൻ ആക്ഷൻ കൊണ്ട് വേറൊരാളുടെ ഇമോഷനിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അത് നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതുപോലെ ഇനി എമ്പതി കാണിക്കാൻ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. സിമ്പിൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വെരി സിമ്പിൾ കാര്യങ്ങളിലൂടെ നമുക്ക് ഈ എമ്പതി എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. എക്സാമ്പിൾ, ആക്റ്റീവ് ലിസണിങ്, ഹെൽപ്പിംഗ്, അണ്ടർസ്റ്റാൻഡിങ് ദെയർ പെർസ്പെക്റ്റീവ്, ഇമോഷണൽ സപ്പോർട്ട്, ഒരു റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ്. ഇതിലൂടെ ഒക്കെ നമുക്ക് എമ്പതി എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മുടെ ഫ്രണ്ട് സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ അയാൾ പറയുന്നത് ആക്റ്റീവായി ലിസൺ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ഹെൽപ്പ്,
ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ അവർ എങ്ങനെയാണോ ആ പ്രശ്നത്തെ കാണുന്നത് അതേ പേഴ്സ്പെക്റ്റീവിൽ അവർ ആ പ്രശ്നത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് അവരുടെ ഇമോഷനെ റെസ്പെക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് ഈ എമ്പതി ഇൻ ആക്ഷൻ കാണിക്കാൻ കഴിയും. നമ്മുടെ എമ്പതിനെ അഫക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. അതായത് ഇൻബിൽറ്റ് ആയിട്ട് നമുക്കുള്ള എമ്പതിനെ അഫക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ പേരന്റിങ്, സെക്കൻഡ് വൺ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, തേർഡ് വൺ നമ്മുടെ ജീൻസ്. ആദ്യം പേരന്റിങ്ങിന്റെ കാര്യം നോക്കാം. ഇപ്പം നമുക്കുള്ളത് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ടോക്സിക് പേരന്റിങ്, നോൺ എമ്പത്തറ്റിക് ആയിട്ടുള്ള പേരൻസ് ഒക്കെ ആണ് നമുക്കുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ചാൻസസ് നോൺ എമ്പത്തറ്റിക് ആയി വളർന്നു വരാനാണ്. ഫോർ എക്സാമ്പിൾ, ഇത് വലിയ സീരിയസ് ടോക്സിക് സിറ്റുവേഷൻസ് ആണോന്നൊന്നുമില്ല. ഇപ്പോൾ ചൈൽഡായിരുന്ന ഒരു സമയത്ത് നമ്മളൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് വീട്ടിൽ എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ പേരൻസിന് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയണില്ല, അവർ അതിനെ വാല്യൂ ചെയ്യാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ പേരൻസ് എമ്പത്തറ്റിക് അല്ലാതാവുക. അപ്പോൾ നമ്മൾ കണ്ടു വളരുന്നത് പേരൻസ് എമ്പത്തറ്റിക് അല്ലാത്തതാണ്. അപ്പം അങ്ങനെ വളരുന്ന ആൾക്കാർ നോൺ എമ്പത്തറ്റിക് ആയി വളർന്നു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സെക്കൻഡ് വൺ എക്സ്പീരിയൻസസ്. നമുക്ക് പണ്ട് ട്രോമ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ നമ്മൾ മോർ എമ്പത്തറ്റിക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ട്രോമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ സഫറിങ് ആണ് നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതേ സിമിലർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേറൊരാളുടെ അടുത്ത് നമുക്ക് കൂടുതൽ എമ്പതിയോടെ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനൊക്കെ കഴിയും. ഇനി തേർഡ് വൺ ജീൻസ്. നമ്മുടെ ഓക്സിറ്റോസിൻ റിസെപ്റ്റർ ജീൻസിന്റെയും സെറട്ടോണിൻ ട്രാൻസ്പോർട്ടർ ജീൻസിന്റെ ഒക്കെ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ കമ്പോഷൻ ഒക്കെ നമ്മുടെ ഡിഗ്രി ഓഫ് എമ്പതിനെ എഫക്ട് ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ കണ്ട ഈ 3 കാര്യങ്ങളും നമ്മുടെ ടോട്ടൽ എമ്പതി എന്നുള്ള ഔട്ട്കത്തിന്റെ സമ്മല്ല, ബട്ട് അത് ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണ്. ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയും. നമുക്കിനി കൈൻഡ്സ് ഓഫ് എമ്പതിയിലേക്ക് പോവാം. എല്ലാ മനുഷ്യരിലും ഉള്ള എമ്പതി 2 ടൈപ്പാണ്, ആക്റ്റീവ് എമ്പതി ആൻഡ് കോഗ്നിറ്റീവ് എമ്പതി. ഈ 2 എമ്പതി ഒരാൾക്കുണ്ട്, പക്ഷെ അതിന്റെ കമ്പോഷൻ പ്രൊപ്പോർഷനിലാണ് ഡിഫറൻസസ് വന്നിട്ടുള്ളത്. ഈ ആക്റ്റീവ് എമ്പതി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഇമോഷണൽ റെസനൻസ്, അതാണ് റെസനേറ്റ് ചെയ്യാനുള്ള കഴിവ്. അതായത് ഇപ്പോൾ വേറൊരാൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സങ്കടം തോന്നാനുള്ള ആ ചാൻസ്, അതാണ് ആക്റ്റീവ് എമ്പതി. ഇനി സെക്കൻഡ് വണ്ണാണ് കോഗ്നിറ്റീവ് എമ്പതി. ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ഇപ്പം നമ്മുടെ ഒരു കൊളീഗിന് ഒരു ചലഞ്ചിങ് പ്രോജക്റ്റ് കിട്ടി, അത് പുള്ളിക്ക് ഡെഡ് ലൈനിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾക്ക് ഭയങ്കര സ്ട്രെസ് വരുന്നു. അപ്പം നമുക്ക് അയാളുടെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് കോഗ്നിറ്റീവ് എമ്പതി. അതായത് ആ സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാത്ത സ്ട്രെസ് ഇല്ല, നമുക്ക് അങ്ങനെ ഒരു സ്ട്രെസ് കണ്ടീഷൻ ഇല്ല. പക്ഷേ നമ്മുടെ കൊലീഗിന് അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് അതിന്റെ ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ കഴിയുന്നു. അതാണ് കോഗ്നിറ്റീവ് എമ്പതി. ഞാൻ പറഞ്ഞ പോലെ എല്ലാ പേഴ്സണിലും ഈ 2 ആക്റ്റീവും കോഗ്നിറ്റീവ് ആയിട്ടുള്ള എമ്പതി ഉണ്ട്. അതിന്റെ കമ്പോഷൻ പ്രൊപ്പോർഷനിലാണ് ഡിഫറൻസ് ഉള്ളത്. ചിലര് ആക്റ്റീവ് എമ്പതിയിൽ എക്സൽ ചെയ്യും, വേറെ ചിലര് അഡൻറ്റ് കോഗ്നിറ്റീവ് എമ്പതി ആയിരിക്കും. ഇത് തമ്മിലുള്ള ഒരു പെർഫെക്റ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരെയാണ് നമ്മൾ കൂടുതൽ എമ്പത്തറ്റിക് പേഴ്സൺസ് എന്ന് കാണും. നമ്മൾ കണ്ടു എമ്പതി എന്താണ്, ബ്രെയിൻ ആക്ടിവിറ്റി എന്താണ്, എമ്പതി ഇൻ ആക്ഷൻ എങ്ങനെ കാണിക്കാൻ പറ്റും, എന്തൊക്കെ നമ്മുടെ എമ്പതിനെ എഫക്ട് ചെയ്യാൻ കഴിയും, ടൈപ്സ് ഓഫ് എമ്പതി എന്താണ്. ഈ എമ്പതി ഒന്നും ഇൻബിൽറ്റ് ആയിട്ട് ഉള്ളതല്ല. നമ്മൾ കണ്ടു മറ്റേ പേരന്റിങ് എക്സ്പീരിയൻസ്, ജീൻസ്, അതൊക്കെ കൊണ്ട് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. പക്ഷെ അതൊന്നും ഫൈനൽ ഔട്ട്കം അല്ല. അതിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആഞ്ചല ഡക്വർത്ത് പറഞ്ഞിട്ടുള്ളത് ഈ എമ്പതി എന്ന് പറയുന്ന ഒരു ടാലന്റ് ആണ്. ഈ ഡാൻസ്, സിംഗിങ്, അങ്ങനത്തെ ഏതൊരു ടാലന്റിനെയും പോലെയുള്ള ഒരു ടാലന്റ് ആണ് ഈ എമ്പതി. ഈ ടാലന്റ് പ്ലസ് എഫേർട്ട് ആകുമ്പോൾ അതൊരു സ്കില്ലാവും. ഈ സ്കില്ലിലേക്ക് കൂടുതൽ എഫേർട്ട് ഇടുമ്പോൾ അതൊരു അക്കംപ്ലിഷ്മെന്റ്. ഇതുപോലെ തന്നെ ഒരു ഡാൻസിങ് ടാലന്റ് ഉള്ള ഒരാൾ ആ ഡാൻസിങ്ങിനെ എങ്ങനെ നർച്ചർ ചെയ്യുന്നു, എങ്ങനെ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നു, അതുപോലെ എഫേർട്ടും നർച്ചറിങ്ങും ഒക്കെ കൊടുത്ത് നമുക്കും ഈ എമ്പതിനെ ടാലന്റിൽ നിന്ന് ഒരു അക്കംപ്ലിഷ്മെന്റിലേക്ക് ആക്കാൻ കഴിയും. സോ ദാറ്റ്സ് ഇറ്റ്. ഇതായിരുന്നു എമ്പതിയുടെ പിന്നിലെ സയൻസ്. ലെറ്റ്സ് ബിൽഡ് ഓൺ ആൻ എമ്പത്തറ്റിക് ജനറേഷൻ. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടന്റ്സ് കൂടുതൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഡു ഫോളോ. താങ്ക്സ് ഫോർ വാച്ചിങ്.